ദിവസം 2025 ഏപ്രിൽ 9 വഖഫ് ബില്ലിനെതിരെ കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് ഒരു മാർച്ച് നടക്കുന്നു. ജമാഅത്ത് ഇസ്ലാമിയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളായ സോളിഡാരിറ്റിയും SIOയും മാർച്ചിന് നേതൃത്വം നൽകുന്നു. മാർച്ചിനിടയിൽ 2 ചിത്രങ്ങൾ ഉയർന്നു വരുന്നു. ഹസനുൽ ബന്ന, സയ്യിദ് കുത്തൂബ് എന്നിവരുടെ ചിത്രങ്ങളായിരുന്നു അത്. മതരാഷ്ട്ര സ്ഥാപനത്തിന് ആഹ്വാനം ചെയ്ത മുസ്ലിം ബ്രദർഹുഡിന്റെ വക്താക്കളായിരുന്നു അവർ. മുസ്ലിം മതരാഷ്ട്രവാദം നമ്മൾ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സമരത്തിലേക്ക് ഈ ചിത്രങ്ങൾ എങ്ങനെ കടന്നു വന്നു? കേരളത്തിന്റെ മതനിരപേക്ഷ ജനാധിപത്യ സമൂഹത്തെ പരിഗണിച്ചുകൊണ്ടുള്ള കൗശലപൂർവമായ നിലപാടാണ് ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നത്. മനുഷ്യാവകാശവും പരിസ്ഥിതിയും തങ്ങളുടെ രാഷ്ട്രീയ സംഹിതയുടെ 7 അയലത്ത് പോലുമില്ലാത്ത ഇവർ ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ട് പൊതുബോധത്തിൽ മറ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 1941 ഓഗസ്റ്റ് 26 രൂപം കൊണ്ട ജമാഅത്തെ ഇസ്ലാമി RSSനെ പോലെ സ്വാതന്ത്ര്യ സമരത്തിൽ മതഭിന്നത സൃഷ്ടിച്ച മൗദൂദിയുടെ ആശയങ്ങൾ കൊണ്ട് പ്രവർത്തനം തുടങ്ങി. ഈ മൗദൂദിയൻ കർമ്മ പദ്ധതി ആധുനിക ദേശീയതയ്ക്കും മതനിരപേക്ഷതയ്ക്കും വിപരീതമായ ദിശയിലാണ് സഞ്ചരിച്ചത്. ഇന്ത്യയിൽ ഹിന്ദുരാജ്യം വന്നാലും വേണ്ടില്ല, മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും എല്ലാവിധേയനെയും എതിർക്കണം, ദൈവരാഷ്ട്രം കൊണ്ടുവരാൻ ജിഹാദ് തന്നെ വേണം. അൽ ജിഹാദ് ഫിൽ ഇസ്ലാം എന്ന പുസ്തകത്തിൽ തന്റെ കാഴ്ചപ്പാട് ഇപ്രകാരമാണ് മൗദൂദി വിശദീകരിച്ചത്. 1992 പുറത്തിറങ്ങിയ പ്രബോധനത്തിന്റെ 50ാം വാർഷിക പതിപ്പ് ജമാഅത്തെ ഇസ്ലാമി നിലകൊള്ളുന്നത് ആഗോള ഇസ്ലാമിക വ്യവസ്ഥയ്ക്ക് വേണ്ടിയാണെന്ന് തുറന്ന് സമ്മതിക്കുന്നു. ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിക നവോത്ഥാനവും ധാർമ്മിക വിപ്ലവവും ദൈവിക ദീനിന്റെ സംസ്ഥാപനം ലക്ഷ്യമിടുന്നു. മൗദൂദി ഇസ്ലാമിന്റെ സംജ്ഞകളെ രാഷ്ട്രീയവൽക്കരിക്കുകയും മതത്തെ തന്നെ രാഷ്ട്രീയ വികാരമായി അവതർപ്പിക്കുകയും ചെയ്തു. എന്നാൽ 41 മുതൽ സ്വാതന്ത്ര്യം കിട്ടുന്ന 47 വരെ വലിയ ചലനങ്ങളൊന്നും മൗദൂദിക്ക് ഇന്ത്യയിൽ ലഭിക്കുന്നില്ല. സ്വാതന്ത്ര്യാനന്തരം പാകിസ്ഥാനിലേക്ക് കടന്ന മൗദൂദി ജിന്നയുടെ പാകിസ്ഥാൻ വാദത്തെ മുസ്ലിം പാകിസ്ഥാൻ എന്നാണ് അധിക്ഷേപിച്ചത്. ഇസ്ലാമിക പാകിസ്ഥാൻ സ്ഥാപിക്കാൻ മൗദൂദി നിരന്തരം ഇടപെട്ടു. 1951 പാക് പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാന്റെ കൊലപാതകത്തിൽ ജമാഅത്ത് ആശയങ്ങളുടെ പങ്കും അക്കാലത്ത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ പ്രചരിപ്പിച്ച ഹുക്കുമത്തെ ഇലാഹി എന്ന ദൈവരാജ്യ സങ്കല്പം വ്യാപകമായി വിമർശിക്കപ്പെട്ടു. ഇഖാമത്തുദ്ദീൻ അഥവാ സ്ഥാപനം എന്ന സങ്കല്പത്തിലേക്ക് ജമാഅത്തുകൾ പേരുമാറ്റം നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും അവരുടെ ആത്യന്തികമായ ആശയത്തെ മാറ്റാൻ ഉതകുന്നതായിരുന്നില്ല. അന്ന് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വന്നത് ജവഹർലാൽ നെഹ്റുവായിരുന്നു. കാലം ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടി അവരുടെ കൈചേർത്ത് പിടിക്കാൻ തയ്യാറാവും. മൗദൂദി വിഭാവനം ചെയ്ത മതരാഷ്ട്രത്തിൽ മതം മാത്രമായിരുന്നു പൗരത്വ സാധ്യത. മുസ്ലിം അല്ലാത്തവർ മാത്രമല്ല, ജമാഅത്തുകളല്ലാത്തവർ വരെ നികുതി നൽകാൻ വ്യവസ്ഥ ചെയ്യപ്പെട്ടു. സ്നേഹം, കരുണ, മനുഷ്യത്വം ഒന്നും ആ പ്രത്യയശാസ്ത്രം ചർച്ച ചെയ്യുന്നില്ല. ജീവിതത്തിന്റെ സകല മണ്ഡലത്തെയും മതം ഉപയോഗിച്ച് വിശകലനം ചെയ്യൽ മാത്രമാണ് അവർ ചെയ്തത്. മതം ആത്മീയ അന്വേഷണത്തിനപ്പുറം രാഷ്ട്രം കെട്ടിപ്പടുക്കാനുള്ള വീക്ഷണ സമുച്ചയമായാണ് മൗദൂദി കണ്ടത്. ബഹുസ്വരതയെ മൗദൂദി ഒരിക്കലും അംഗീകരിക്കുന്നുമില്ല. ആധുനിക മതേതര ദേശീയ ജനാധിപത്യം ഇസ്ലാമിനും ഈമാനിനും എതിരാണെന്ന് താത്വിക അവലോകനം എന്ന പുസ്തകത്തിൽ മൗദൂദി വ്യക്തമാക്കുന്നു. മൗദൂദിയുടെ ഖുർആൻ വ്യാഖ്യാനത്തിൽ മതം അഥവാ ദീനിന് രാഷ്ട്രമെന്ന അർത്ഥം കൂടി കൽപ്പിക്കപ്പെടുന്നു. വെൽഫെയർ പാർട്ടി രൂപീകരണത്തിന് പിന്നിൽ ഹിഡൻ അജണ്ടയും ഇതുതന്നെയാണ്. 2018 ഡിസംബർ 7 പ്രബോധനത്തിൽ സയ്യിദ് സാദത്തുള്ള ഹുസൈനി എഴുതിയ സംക്രമണഘട്ടത്തിലെ ദീനിന്റെ സംസ്ഥാപനം എന്ന ലേഖനത്തിൽ ഈ രാഷ്ട്രീയ മാറ്റത്തെ ന്യായീകരിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ സാഹചര്യം വലിയ രീതിയിൽ മാറി. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ 11-12% മാത്രമായി ചുരുങ്ങി. സെക്കുലർ ജനാധിപത്യ സംവിധാനം തങ്ങളുടെ ഭരണരീതിയായി ജനങ്ങൾ സർവാത്മന അംഗീകരിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായും ഇസ്ലാമിക പ്രസ്ഥാനത്തിന് നൂതനമായൊരു ചിന്താ വ്യവഹാരം രൂപപ്പെടുത്തേണ്ടി വരും. വ്യവസ്ഥാ മാറ്റമെന്നത് എളുപ്പത്തിൽ നടക്കുന്ന ഒന്നല്ല. ദീർഘകാലത്തെ യജ്ഞങ്ങൾ അതിനാവശ്യമാണ്. ആ ദീർഘനാളത്തേക്കുള്ള കാത്തിരിപ്പിലേക്കാണ് ജനാധിപത്യത്തിന്റെ വ്യാജ കുപ്പായം തുന്നിയിട്ട് വെൽഫെയർ പാർട്ടി കടന്നുവരുന്നത്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ജമാഅത്തെ ഇസ്ലാമിയും മതതീവ്രവാദം വെടിഞ്ഞെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ മനഃപൂർവ്വം മറക്കുന്നത് സുഷുപ്തിയിലാണ്ട് കിടക്കുന്ന മതതീവ്രവാദത്തിന്റെ അഗ്നിപർവ്വതത്തെയാണ്. മതനിരപേക്ഷതയെ ചാമ്പലാക്കുവാൻ ഉറഞ്ഞുകൂടുന്നത്. പൊട്ടിത്തെറിക്കും മുമ്പ് ഇല്ലാതാക്കേണ്ടുന്ന ആ വിഷവിത്തിനെ കേവല തെരഞ്ഞെടുപ്പ് ലാഭത്തിനായി കോൺഗ്രസ് ബോധപൂർവം ഉപയോഗിക്കുമ്പോൾ സവർക്കർക്കും ഗോൾവാൾക്കർക്കും മുന്നിൽ കുനിഞ്ഞ ആ തല ഒരു നിമിഷമെങ്കിലും നെഹ്റുവിന് നേർക്ക് നോക്കുമോ എന്നറിയാൻ മലയാളിക്ക് കൗതുകമുണ്ട്.